രാത്രിയിൽ ഏറെ വൈകിയാണ് ധ്രുവും സുഹാസിനിയും തറവാട്ടിൽ നിന്ന് മടങ്ങി വന്നത്. പുലർച്ചെ എഴുന്നേൽക്കണം എന്നുള്ളത് കൊണ്ട് തന്നെ ഇരുവരും കിടക്കാനായി പോയി. പരസ്പരം ഒന്നും സംസാരിക്കാനുള്ള മാനസികാവസ്ഥയിൽ ആയിരുന്നില്ല അവർ. തന്റെ മകന്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താകുമെന്ന് അറിയാവുന്നത് കൊണ്ട് തന്നെ അവനോട് കൂടുതലൊന്നും ചോദിച്ച് ബുദ്ധിമുട്ടിക്കാൻ അവർ തയ്യാറായില്ല. തിരിഞ്ഞും മറിഞ്ഞും കിടന്നിട്ടും ധ്രുവിന് അന്നത്തെ രാത്രി ഉറങ്ങാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. കണ്ണടയ്ക്കുമ്പോൾ ഉള്ളിൽ തെളിയുന്നത് ശിവയുടെ ചിരിക്കുന്ന മുഖമായിരുന്നു. അവന്റെ മനസ്സും കണ്ണുകളും ഒരുപോലെ നിറയുന്നുണ്ടായിരുന്നു. അവൻ വേഗം ബെഡിൽ എഴുന്നേറ്റിരുന്ന് കൊണ്ട് തന്നെ ഫോൺ എടുത്ത് അതിൽ ശിവ എന്ന് സേവ് ചെയ്തിരിക്കുന്ന ഫോൾഡർ എടുത്തു. 100-ലധികം ശിവയുടെ ചിത്രങ്ങളായിരുന്നു. കുഞ്ഞു ശിവയിൽ തുടങ്ങി ഇന്നത്തെ വിവാഹവേഷത്തിൽ എത്തി നിൽക്കുന്ന ചിത്രങ്ങൾ. ഭാഗ്യമില്ലാണ്ടായി പോയില്ലേ പെണ്ണെ എനിക്ക്. എന്തിനാടി എന്നെ ഇങ്ങനെ നോവിക്കണേ? നിന്നെ മറ്റൊരുത്തൻ്റെതായി കാണാൻ വയ്യ എനിക്ക്. ചങ്കെല്ലാം നുറുങ്ങിപ്പോകുന്ന പോലെ തോന്നുന്നു ശിവ. നീ നാളെ മുതൽ ത്രിലോകിൻ്റെതാണെന്ന് സ്വപ്നത്തിൽ പോലും നനച്ചു കാണാൻ എനിക്ക് കഴിയണില്ല പെണ്ണെ. ഇടറി ആ സ്വരം. കണ്ണുകൾ നിറഞ്ഞൊഴുകി. അവനൊരു ഭ്രാന്തനെ പോലെ അവളുടെ ചിത്രങ്ങളെ തുരുതുര ചുംബിച്ചു. നിസ്വാർത്ഥമായ പ്രണയത്തിൽ അകപ്പെട്ട് ഉഴറുകയായിരുന്നു ആ മനസ്സപ്പോൾ. തന്റെ ഹൃദയത്തിൽ നിന്ന് അകഴുന്നവളുടെ നോവിൽ പിടഞ്ഞു. പെട്ടെന്നാണ് പുറത്തെ കോളിംഗ് ബെൽ മുഴങ്ങുന്ന ശബ്ദം ധ്രുവിന്റെ കാതുകളിൽ പതിയുന്നത്. ഒഴുവേള ഞെട്ടലോടെ അവന്റെ കയ്യിൽ നിന്ന് ആ ഫോൺ ബെഡിലേക്ക് ഊർന്നു വീണു. ഓർക്കാപ്പുറത്ത് ചെയ്തുപോയ പ്രവൃത്തിയിലേക്ക് തെറ്റിനു പകരമായി അവളുടെ ചിരിക്കുന്ന മുഖത്തേക്ക് നോക്കി വിലപിച്ചു അവൻ. അപ്പോഴേക്കും വീണ്ടും ഒരിക്കൽ കൂടെ പുറത്ത് കോളിംഗ് ബെൽ മുഴങ്ങി. ധ്രുവ് വേഗം തന്റെ മുഖമൊന്ന് അമർത്തി തുടച്ചുകൊണ്ട് ഒരു സംശയത്തോടെ റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോഴാണ് സുഹാസിനിയും ഡോർ തുറക്കാനായി പുറത്തേക്ക് വന്നത്. ആരാണാവോ ഈ രാത്രി? അതും പറഞ്ഞുകൊണ്ട് അവർ വാതിൽ തുറന്ന് പുറത്തേക്ക് ഇറങ്ങി. അവർക്ക് പുറകെയായി ധ്രുവും. ഉമ്മറത്തെ ലൈറ്റ് തെളിഞ്ഞതും പുറത്തു നിൽക്കുന്ന വിഷ്ണുവിനെ കണ്ട് ധ്രുവ് വേഗം അവന്റെ അടുത്തേക്ക് വന്നു. നീ എന്താ വിഷ്ണു ഈ രാത്രി? പറയാം, നീ ഒന്ന് വന്നേ. കൂടുതലൊന്നും പറയാതെ സുഹാസിനിയെ ഒന്ന് നോക്കിക്കൊണ്ട് വിഷ്ണു വേഗം ധ്രുവിനെയും കൊണ്ട് മുറ്റത്തേക്ക് നീങ്ങി. എന്താടാ, നീ കാര്യം പറയേ. അളിയ, ഞാൻ അവളുടെ വീട്ടിൽ നിന്ന് വരുന്ന വഴിയാ. അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ ഇത്തിരി ലേറ്റായി. പറഞ്ഞു വന്നത് അതൊന്നുമല്ല. ഞാനിപ്പോൾ വരുന്ന വഴി നിന്റെ പെണ്ണിനെ റോഡിൽ വെച്ച് കണ്ടിരുന്നു. അവൾ എങ്ങോട്ടോ പോകാൻ നിൽക്കുമായിരുന്നു എന്ന് തോന്നുന്നു. കാര്യം അറിയാനായി ഞാൻ അവളുടെ അടുത്തേക്ക് പോകും മുന്നേ അവൾ അപ്പോൾ വന്ന ഒരു ഓട്ടോയിൽ കയറിപ്പോയി. ശിവയോ? ധ്രുവ് ഒരു ഞെട്ടലോടെ ചോദിച്ചു. ആടാ, അവൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവളുടെ കൂടെ മറ്റാരും ഉണ്ടായിരുന്നില്ല. ഏയ്, നിനക്ക് തോന്നിയതാകും. അത് ശിവയൊന്നും ആയിരിക്കില്ല. ഈ രാത്രി അവൾ ഒറ്റയ്ക്ക് എവിടെ പോകാനാ? അതുമാത്രമല്ല, നാളെ അവളുടെ വിവാഹമാണ്. അത് പറയുമ്പോൾ അവന്റെ ശബ്ദമൊന്ന് ഇടറി. ഇത്തവണ ഞെട്ടിയത് വിഷ്ണു ആയിരുന്നു. വിവാഹമോ? ആരുമായി? അപ്പോ അളിയാ നീയോ? അതിന് വേദനയിൽ ചാലിച്ച ഒരു പുഞ്ചിരിയായിരുന്നു അവന്റെ മറുപടി. ധ്രുവ്, അതൊക്കെ വിട്. ഇപ്പോഴത്തെ പ്രശ്നം അതല്ല. എനിക്ക് നല്ല ഉറപ്പുണ്ട് ഞാൻ കണ്ടത് അവളെ തന്നെയാ. ആദ്യം എനിക്കൊരു സംശയം തോന്നി എന്നത് നേരാണ്. പക്ഷേ കുറച്ചുകൂടെ അടുത്തേക്ക് പോയപ്പോൾ ഞാൻ ശരിക്കു കണ്ടു അത് ശിവ തന്നെയാടാ. ഇത്തവണ ധ്രുവിന്റെ നെഞ്ചൊന്നിടിച്ചു. നീ പറയുന്നത് നേരാണോ? നിന്റെ ശിവ തന്നെയാണോ അത്? ഞാൻ എന്തിനാടാ ഈ പാതിരാത്രി വന്ന് ഇങ്ങനെ ഒരു നുണ പറയുന്നത്? അത് നിന്റെ ശിവ തന്നെയാ ധ്രുവ്. അവൾ ആ ഓട്ടോക്കാരനോട് ഏതോ ഒരു സ്ഥലത്തിന്റെ പേര് പറയുന്നത് ഞാൻ കേട്ടു. പക്ഷെ ഇപ്പോൾ ഓർത്തിട്ട് എനിക്ക് ആ പേര് കിട്ടുന്നില്ല. വിഷ്ണു നെറ്റിയിൽ കൈ ഒഴിഞ്ഞുകൊണ്ട് പറയുമ്പോൾ ധ്രുവിന്റെ നെഞ്ച് പൊട്ടുമാർ ഉച്ചത്തിൽ മിടിക്കുന്നുണ്ടായിരുന്നു. അഗസ്ത്യവനം എന്നാണോ? നേരിയ ഭയത്തിലാണ് അവൻ അത് ചോദിച്ചതെങ്കിലും അത് കേട്ട വിഷ്ണുവിന്റെ കണ്ണുകൾ ഒന്ന് വികസിച്ചു. എസ്, അഗസ്ത്യവനം. ഇത് തന്നെയാ അവൾ പറഞ്ഞ സ്ഥലം. അവൻ ഓർത്തെടുത്ത് ഊട്ടി ഉറപ്പിക്കുമ്പോൾ ധ്രുവ് തന്റെ കണ്ണുകൾ അമർത്തി അടച്ചു കളഞ്ഞു. നിന്ന നിൽപ്പിൽ ശരീരമാകെ ഒന്ന് മരവിച്ചുപോയി അവന്റെ. ധ്രുവ്! വിഷ്ണു അവനെ തട്ടി വിളിക്കുമ്പോൾ ധ്രുവ് ഒരു ഞെട്ടലോടെ നോക്കി. എന്താടാ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? വിഷ്ണു, നമുക്ക് പിന്നെ സംസാരിക്കാം. എനിക്ക് എത്രയും വേഗം അവളുടെ അടുത്തെത്തണം. ഇല്ലെങ്കിൽ അതെന്റെ പെണ്ണിന്റെ ജീവനാപത്താണ്. അത്രമാത്രം പറഞ്ഞുകൊണ്ട് ധ്രുവ് വേഗത്തിൽ അകത്തേക്ക് ഓടിക്കയറി. ഡ്രസ്സ് പോലും മാറാൻ നിൽക്കാതെ അവൻ ബെഡിൽ കിടന്ന ഫോണും എടുത്ത് തിരികെ പുറത്തേക്ക് പാഞ്ഞു. കണ്ണാ, നീ ഈ രാത്രി ഇതെങ്ങോട്ടാ? സംസാരിച്ചു നിൽക്കാനൊന്നും സമയമില്ല അമ്മേ. എനിക്കിപ്പോ പോയേ പറ്റുള്ളൂ. അത്രമാത്രം പറഞ്ഞുകൊണ്ട് അവൻ തിരിഞ്ഞുവെങ്കിലും പെട്ടെന്നൊന്ന് നിന്നുകൊണ്ട് വീണ്ടും തന്റെ അമ്മയുടെ അടുത്തേക്ക് വന്നു. ഞാൻ മടങ്ങി വരും എന്നൊരു വാക്ക് അമ്മയ്ക്ക് ഇത്തവണ തരുന്നില്ല. ഒരുപക്ഷെ ഞാൻ മടങ്ങി വന്നില്ല എന്നെങ്കിൽ എൻ്റെ അമ്മ തളരരുത്. പ്രാർത്ഥിക്കണം ഞങ്ങൾക്ക് വേണ്ടി. അതും പറഞ്ഞ് ഒരു നോക്കുകൂടെ തന്റെ അമ്മയെ കണ്ണുകളാൽ നിറച്ചുകൊണ്ട് അവൻ പുറത്തേക്ക് ഇറങ്ങിപ്പോകുമ്പോൾ അവനിൽ നിന്ന് വന്ന വാക്കുകളിൽ ഒന്ന് ചലിക്കാൻ പോലും കഴിയാതെ തറഞ്ഞു നിന്നുപോയി അവർ. കാവിൽ നിന്ന് വന്നതിൽ പിന്നെ എന്തുകൊണ്ടോ ത്രിലോകിന് ഉറങ്ങാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. ഉള്ളിലിരുന്ന് ശിവയ്ക്ക് അരികിലേക്ക് പോകാൻ ആരോ വന്ന് പറയുന്നതായി തോന്നി അവന്. ഒട്ടും പറ്റാതെ ആയതും ത്രിലോക് എഴുന്നേറ്റു താഴേക്ക് വന്നു. പകുതി ചാരി കിടന്ന വാതിൽ തുറന്ന് ത്രിലോക് അകത്തേക്ക് കയറുമ്പോൾ ശൂന്യമായിരുന്നു അവിടെ. ഒരു വേള അവന്റെ കണ്ണുകൾ ഒന്ന് ചുരുങ്ങി. ശിവ!
ചുറ്റും നോക്കിക്കൊണ്ട് അവൻ അവളുടെ പേര് വിളിച്ചുവെങ്കിലും യാതൊരു മറുപടിയും അവന് കിട്ടിയില്ല. ത്രിലോക് തിരിഞ്ഞു പുറത്തേക്ക് ഇറങ്ങാൻ നിൽക്കുമ്പോഴാണ് തുറന്നു കിടന്ന ജനാലയിലൂടെ കടന്നുവന്ന കാറ്റിൽ പറന്ന് ഒരു വെള്ള പേപ്പർ ആരോ കൊണ്ടിട്ടതുപോലെ അവന്റെ കാൽച്ചുവട്ടിൽ വന്നു വീണത്. ത്രിലോക് നേരിയ സംശയത്തോടെ അത് എടുത്തു നോക്കി. അവന്റെ കണ്ണുകൾ അതിലെ അക്ഷരത്തിലൂടെ തെന്നി നീങ്ങി. ഞാൻ പോവുകയാണ്, എന്നെ ഇനി ആരും തിരക്കേണ്ടതില്ല എന്ന് മുത്തശ്ശിയുടെയും മുത്തശ്ശന്റെയും മാത്രം ശിവ. അത്രമാത്രമായിരുന്നു ആ പേപ്പറിൽ. ഒരു വേള ത്രിലോകിന്റെ കയ്യിലിരുന്ന് ആ പേപ്പർ ഒന്ന് വിറച്ചു. നിമിഷങ്ങൾക്കുള്ളിൽ അവന്റെ മനസ്സിൽ നിറഞ്ഞത് കാവിൽ വെച്ചുണ്ടായ കാര്യങ്ങളായിരുന്നു. എന്തിനാണ് അവൾ ആ നേരം അങ്ങനെയൊക്കെ പറഞ്ഞതും പെരുമാറിയതുമെന്നും വെളിവാവുകയായിരുന്നു അവന് മുന്നിൽ. ശിവ പോയിട്ടുണ്ടെങ്കിൽ അത് എങ്ങോട്ടാകും എന്നവൻ ഊഹിക്കാമായിരുന്നു. ത്രിലോകിന് തന്റെ തല മുഴുവൻ പെരുക്കുന്നതായി തോന്നി. ആ പേപ്പർ നിലത്തേക്ക് ഇട്ടുകൊണ്ട് ത്രിലോക് അതീവ വേഗത്തിൽ റൂമിൽ നിന്ന് ഇറങ്ങി തന്റെ റൂമിലേക്ക് ഓടി കയറി. കാറിന്റെ കീയും വാലറ്റും ഫോണും എടുത്ത് അവൻ അതേ വേഗത്തിൽ താഴേക്കിറങ്ങി. നിമിഷങ്ങൾക്കുള്ളിൽ അവന്റെ കാർ ആ തറവാട്ടിൽ നിന്ന് പുറത്തേക്ക് കുതിച്ചു. മോളെ, സ്ഥലമെത്തി. ഓട്ടോ ഡ്രൈവറിന്റെ ശബ്ദം കേൾക്കെയാണ് ശിവ തന്റെ കണ്ണുകൾ തുറന്നത്. സമയം പുലർച്ചയോടടുത്തിട്ടുണ്ട്. അവൾ മെല്ലെ പുറത്തേക്കിറങ്ങി ചുറ്റും നോക്കി. വിജനമാണ് ചുറ്റുമെങ്കിലും ഭയപ്പെടേണ്ട എന്നവൾ മനസ്സാൽ ഉറപ്പിച്ചിരുന്നു. കുഞ്ഞെ, ചോദിക്കുന്നത് കൊണ്ട് ഒന്നും തോന്നരുത്. ഇതേ പ്രായത്തിൽ മക്കൾ 3 എനിക്ക്. അതുകൊണ്ട് ചോദിക്കുക. മോൾ എന്തിനാ ഒറ്റയ്ക്ക് ഇവിടേക്ക് വന്നത്? ഈ സ്ഥലം അത്ര നല്ലതല്ല കുഞ്ഞെ. ആരെങ്കിലും കാണാനാണോ? അത് കേൾക്കെ അവൾ അയാളെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചു. ചേട്ടൻ പേടിക്കണ്ട. എന്നെ ഇവിടെ കൊണ്ടാക്കി എന്ന് കരുതി ചേട്ടനൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. അതുകൊണ്ട് ധൈര്യമായി മടങ്ങിക്കോളും. എനിക്കിവിടെ ഒരാളെ കാണാനുണ്ട്. അത് കഴിഞ്ഞാൽ ഞാനും മടങ്ങിപ്പോവും, പോകേണ്ട ഇടത്തേക്ക് തന്നെ. അത്രയും പറഞ്ഞുകൊണ്ട് അവൾ അയാൾക്കുള്ള കാശും കൊടുത്ത് മുന്നോട്ട് നടന്നു നീങ്ങി. എവിടെയാണെന്നോ എങ്ങോട്ടാണെന്നോ ഒരു ഊഹവുമില്ല. എങ്കിലും ഉള്ളിലെ തോന്നലുകൾക്ക് അനുസരിച്ച് അവൾ മുന്നോട്ട് നടന്നു. ഒടുവിൽ ആ നടത്തം വന്നു നിന്നത് അഗസ്ത്യവനത്തിന്റെ തുടക്കസ്ഥാനത്താണ്. പച്ച ബോർഡറിൽ വെള്ള നിറത്തിൽ എഴുതി വെച്ചിരിക്കുന്ന അഗസ്ത്യവനം എന്ന ബോർഡിലേക്ക് നോക്കി നിന്നു അവൾ. മുന്നിൽ കൊടുമണമാണ്, ചുറ്റും കുറ്റാക്കൂരിരുട്ടും. ശിവയ്ക്ക് കാലുകൾ മെല്ലെ ആ ബോർഡ് താണ്ടി ഉള്ളിലേക്ക് കയറിയതും ശാന്തമായി നിന്ന പ്രകൃതി പോലും വിരണ്ടു. ആഞ്ഞു വീശിയ കാറ്റ് ഉള്ളിൽ നിന്ന് വരുന്ന ഭയപ്പെടുത്തുന്ന മൃഗങ്ങളുടെ ഊളിയിടലും ശബ്ദമംഗളം കൊണ്ട് ശാന്തമായി നിന്ന ആ വനത്തിന്റെ ഭാവമാകെ മാറി. അത്രയും നേരം ഉണ്ടായിരുന്ന ധൈര്യം തന്നെ വിട്ട് ഒഴിയുന്നതായി തോന്നി അവൾക്ക്. ശരീരമാകെ ഒരു ഭയം കടന്നുകൂടിയതുപോലെ. എന്തു ചെയ്യണമെന്നറിയാതെ നിന്നുപോയി ശിവ ഒരു നിമിഷം. പെട്ടെന്നാണ് അവൾക്ക് മുന്നിലായി ഒരു വെള്ളരിപ്രാവ് വന്നിരുന്നത്. യോഗീശ്വര സേവക അവൾക്കുള്ളിൽ യഥാർത്ഥ പാത ഒരുക്കാൻ തയ്യാറാവും. ശിവയുടെ കണ്ണുകൾ ആ പ്രാവിൽ തന്നെ തറഞ്ഞു നിന്നു. ഒരു പക്ഷത്ത് ഇവൾ എന്ന സീതയ്ക്ക് വേണ്ടി സ്വന്തം ജീവൻ പോലും ത്യജിക്കാൻ തയ്യാറായി രാമനും രാവണനും മരണത്തിലേക്ക് ഇറങ്ങി പുറപ്പെടുമ്പോൾ അവരുടെ മനമറിയാതെ സ്വയം മരണത്തിലേക്കുള്ള ചുവടുകൾ വയ്ക്കാൻ ഒരുങ്ങുകയായിരുന്നു ശിവ ആ നിമിഷം. വാതിൽ ഞെരുങ്ങി തുറക്കുന്ന ശബ്ദം കേട്ടാണ് സാവിത്രിയമ്മ ഉറക്കത്തിൽ നിന്ന് ഉണർന്നത്. കണ്ണുകൾ ചിമ്മി തുറന്നു നോക്കുമ്പോൾ വാതിൽ തുറക്കുന്ന വാര്യരെ കണ്ട് അവർ ഒരു സംശയത്തോടെ മെല്ലെ എഴുന്നേറ്റു. എവിടേക്കാ ഈ നേരത്ത്? ഉറങ്ങണില്ലേ? അവരുടെ ശബ്ദം കേൾക്കെ അയാൾ ഒന്ന് തിരിഞ്ഞു നോക്കി. റൂമിലെ അരണ്ട വെളിച്ചത്തിൽ ആ മുഖത്തെ ഭാവം അവർക്ക് തിരിച്ചറിയാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. എന്താ, എന്തു പറ്റി? എന്തെങ്കിലും വയ്യായികയുണ്ടോ? അയാളിലെ മൗനം കണ്ട് അവർ എഴുന്നേറ്റ് അല്പം വേഗത്തിൽ തന്നെ അയാൾക്ക് അടുത്തേക്ക് ചെന്ന് ആദിയോടെ ചോദിച്ചു. ഏയ്, ഒന്നുമില്ലടേ. താൻ ഇങ്ങനെ ആദ്യ പിടിക്കേണ്ട. ഒരു ചീത്ത സ്വപ്നം കണ്ട് എഴുന്നേറ്റതാ. പിന്നെന്തോ ഉറക്കം വന്നില്ല. താൻ പോയി കിടന്നോ. ഞാൻ ഇത്തിരി നേരം പുറത്തിരുന്നിട്ട് വരാം. എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയൂ. നിനക്കെന്തോ പേടിയാവണോ? അവർ നിറകണ്ണുകളോടെ അയാളുടെ തോളിൽ കൈവയ്ക്കുമ്പോൾ വാര്യർ അവരെ ഒന്ന് ചേർത്ത് പിടിച്ചു. ഒന്നുമില്ല സാവിത്രി, താൻ ഇങ്ങനെ കണ്ണു നിറയ്ക്കാതെ വാ, കിടക്കാം നമുക്ക്. അയാൾ അവരെയും ചേർത്ത് പിടിച്ചുകൊണ്ട് ബെഡിന്റെ അരികിലേക്ക് നടന്നു. ഉള്ളിലെ വെപ്രാളം അവരിൽ നിന്ന് അയാൾ മറച്ചു പിടിക്കുമ്പോഴും അറിഞ്ഞിരുന്നില്ല കണ്ണിലെ കൃഷ്ണമണി പോലെ തങ്ങൾ കൊണ്ടു നടന്ന തങ്ങളുടെ മകളിപ്പോൾ അപകടത്തിലാണെന്ന്. വീശിയടിക്കുന്ന കാറ്റിൽ വൻമരങ്ങളും തൈമരങ്ങളും ആടി ഉലഞ്ഞു. എങ്ങു നിന്നോ കേൾക്കുന്ന ചെന്നായ്ക്കളുടെ ശബ്ദത്തിൽ അവളുടെ കുഞ്ഞുടൽ ആകെ വിറപൂണ്ടു. എങ്കിലും മുന്നിൽ ഒരു ലക്ഷ്യം മാത്രം. കാടിന്റെ ഉള്ളിലേക്ക് പ്രവേശിക്കുമ്പോഴുള്ള അതേ ഭയം അവളെ കരിനിഴൽ പോലെ വേങ്ങിയിരുന്നു. ഇടിയും മിന്നലും മഴയുടെ പ്രകമ്പനം അറിയിക്കുമ്പോൾ തനിക്ക് വഴിയൊരുക്കുന്ന ആ വെള്ളരിപ്രാവിനെ ഒരു ഉൾപ്രേരണയിൽ അവൾ പിന്തുടർന്നു. ഉള്ളിലേക്ക് പ്രവേശിക്കും തോറും ഇരുട്ടിന്റെ കനം കൂടിക്കൊണ്ടിരുന്നു. ചീവീടിന്റെയും പലതരം മൃഗങ്ങളുടെയും ശബ്ദം അതികഠിനമായി ഉയരുമ്പോൾ അവളുടെ ചെന്നിയിൽ നിന്നും കഴുത്തിൽ നിന്നും വിയർപ്പ് തുള്ളികൾ പരന്നൊഴുകി. ഭയം കൊണ്ട് അവളുടെ ശരീരം പോലും വിറയ്ക്കുന്നുണ്ടായിരുന്നു. നടക്കുന്നതിനനുസരിച്ച് അവളുടെ കാൽപാദങ്ങൾ പതിയുന്ന ഇടത്തെ കരിയിലകൾ ഞെരിഞ്ഞമരുന്ന ഒച്ചയും ഉയരുന്നുണ്ടായിരുന്നു അവിടെ. കാറ്റിന്റെ ശക്തി കൂടി ഇടിയൊച്ച മുഴങ്ങി. അവൾ ഭയന്ന് വിറച്ചു. ഒരു നിമിഷം അവളുടെ കാലുകൾ നിശ്ചലമായി, കണ്ണുകൾ മുറുകെ അടച്ചു. പെട്ടെന്നാണ് എവിടെ നിന്നോ മണിയൊച്ച അവളുടെ കാതിൽ മുഴങ്ങിയത്.
ശിവ ഒരു ഞെട്ടലോടെ തന്റെ കണ്ണുകൾ വലിച്ചു തുറന്നു. അതോടൊപ്പം അത്രയും നേരം തനിക്ക് മുന്നിൽ ഒരു വഴികാട്ടിയെപ്പോലെ കൂടെ ഉണ്ടായിരുന്ന വെള്ളരിപ്രാവ് മാറി അതിന്റെ സ്ഥാനത്ത് കറുത്തിരുണ്ട ചെന്നായ രൂപം കൊണ്ടതും ശിവ ഞെട്ടലോടെ പിറകിലേക്ക് നീങ്ങി. പേടികൊണ്ട് അലറിപ്പോയവൾ. അവളുടെ ദയനീയമായ സ്വരം ആ കാടിനെ പോലും വിറപ്പിച്ചുകൊണ്ട് മരങ്ങളിൽ തട്ടിത്തെറിക്കുമ്പോൾ എവിടെ നിന്നൊക്കെയോ ചെന്നായ്ക്കളുടെയും വന്യമൃഗങ്ങളുടെയും ഭയപ്പെടുന്ന ശബ്ദങ്ങൾ മുഴങ്ങിക്കൊണ്ടിരുന്നു. ഭയാനതയെ വിളിച്ചോതുന്ന അതിഭീകരമായ ശബ്ദങ്ങൾ. കനത്ത മഴയെ വകവയ്ക്കാതെ ധ്രുവിന്റെ കാർ അതിന്റെ ലക്ഷ്യസ്ഥാനത്തേക്ക് കുതിച്ചുകൊണ്ടിരുന്നു. മഴ കാരണം ഫ്രണ്ട് ഗ്ലാസ്സിലൂടെ മുന്നിലെ കാഴ്ച ഒന്നും വ്യക്തമല്ല. എങ്കിലും എത്രയും വേഗം തന്റെ പ്രാണന്റെ അരികിലെത്തണം എന്ന് മാത്രമേ അവന്റെ മുന്നിൽ അപ്പോൾ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ മുന്നിലെ തടസ്സങ്ങളൊന്നും അവനപ്പോൾ ബാധിച്ചിരുന്നില്ല. ധ്രുവ് ഒരു നിമിഷം തന്റെ ഫോണിലെ മാപ്പിലേക്ക് ഒന്ന് നോക്കി. അഗസ്ത്യവനത്തിലേക്ക് ഇനി വെറും 50 മീറ്റർ എന്ന് കാണവേ അവന്റെ ഹൃദയമിടിപ്പ് അതിശക്തമായി തുടികൊട്ടാൻ തുടങ്ങി. എന്നാൽ പെട്ടെന്നാണ് കാറിന്റെ ഫ്രണ്ട് മിററിലേക്ക് എന്തോ വന്ന് അതിശക്തമായി ഇടിച്ചത്. മഴത്തുള്ളികളോടൊപ്പം ചുടിച്ചോര കൂടെ പരന്നൊഴുകിയതും ധ്രുവ് ഒരു ഞെട്ടലോടെ ബ്രേക്കിൽ കാലമർത്തി ചവിട്ടി. പിന്നെ ഒന്നും നോക്കാതെ അവൻ വേഗത്തിൽ ഡോർ തുറന്ന് പുറത്തേക്കിറങ്ങി. എവിടെ നിന്നൊക്കെയോ വാവലുകൾ അവന് ചുറ്റും വട്ടമിട്ട് പറക്കുകയും അതിന്റെ ഭയപ്പെടുത്തുന്ന സ്വരം പുറപ്പെടുവിക്കുകയും ചെയ്തതോടെ ധ്രുവ് ഇരു കയ്യാലെ അതിനെയൊക്കെ തട്ടി മാറ്റിക്കൊണ്ട് പിന്നിലേക്ക് നീങ്ങി. എങ്കിലും അവന്റെ കണ്ണുകൾ നീങ്ങിയത് കാറിന്റെ മുന്നിലേക്കായിരുന്നു. അവിടെ നിലത്ത് വീണു കിടക്കുന്ന ചോരയിൽ കുതിർന്ന ചെന്നായയെ കണ്ടതും അവന്റെ മുഖം മാറി. ചുറ്റും തിങ്ങി നിൽക്കുന്ന ഇരുട്ടിൽ ആ വാവലുകളുടെ ശബ്ദം കൂടെ ആയതും ധ്രുവ് വേഗം ഡോർ തുറന്ന് അകത്തേക്ക് കയറി. ഇത്തിരി നിമിഷം അവൻ കാറിന്റെ സ്റ്റിയറിംഗ് തലതാഴ്ത്തിയിരുന്നു. മുന്നിലെ പരീക്ഷണങ്ങൾക്ക് തുടക്കം കുറിച്ചതായി ഇതിനോടകം മനസ്സിലാക്കാൻ കഴിഞ്ഞു അവന്. ഇതല്ല, ഇതിനപ്പുറവും നേരിടേണ്ടി വരുമെന്ന യാഥാർത്ഥ്യവും തിരിച്ചറിഞ്ഞു. ഉള്ളിൽ ശിവയുടെ മുഖം തെളിയവേ ദീർഘമായൊരു നിശ്വാസത്തോടെ അവൻ തന്റെ മുഖമൊന്ന് അമർത്തി തുടച്ചുകൊണ്ട് വേഗം കാർ സ്റ്റാർട്ട് ചെയ്ത് മുന്നോട്ടെടുത്തു. അവിടം കഴിഞ്ഞ് അവന്റെ കാർ വീണ്ടും മുന്നോട്ട് നീങ്ങുമ്പോൾ അത്രയും നേരം ജീവൻ വെടിഞ്ഞു കിടന്ന ചെന്നായ പൂർവാധികം ശക്തമായി ഉണർന്നുകൊണ്ട് അതിന്റെ ചോര കണ്ണുകളോടെ മിന്നായം പോലെ നീങ്ങി തുടങ്ങിയ അവന്റെ വാഹനത്തിലേക്ക് നോക്കി ഊളിയിട്ടു. അഗസ്ത്യവനത്തിന്റെ ബോർഡറിന് പുറത്തായി ത്രിലോകിന്റെ കാർ അതിവേഗത്തിൽ വന്നു നിൽക്കുമ്പോൾ മഴയുടെ ശക്തി പ്രാപിച്ചിരുന്നു. എങ്കിലും അതൊന്നും വകവയ്ക്കാതെ അവൻ പുറത്തേക്ക് ഇറങ്ങി കീ കൊണ്ട് കാർ ലോക്ക് ചെയ്തു. ഷർട്ടിന്റെ പോക്കറ്റിൽ നിന്ന് ഫോൺ എടുത്ത് ഫ്ലാഷ് ലൈറ്റ് എടുത്ത് ഓൺ ആക്കിക്കൊണ്ട് വനത്തിന്റെ ഉള്ളിലേക്ക് കയറാനായി ഒരുങ്ങുമ്പോഴാണ് അവനെ പോലും ഞെട്ടിച്ചുകൊണ്ട് ഉള്ളിലേക്ക് കയറാൻ എന്നതിന് തടസ്സമായി ഒരു വടവൃക്ഷം കടപുഴകി അവന്റെ മുന്നിലായി വീണത്. എന്നാൽ അത് കണ്ട് ഭയമായിരുന്നില്ല, അവനിൽ തീർത്തും പുച്ഛമായിരുന്നു. നീ ഇനി എനിക്ക് മുന്നിൽ എന്തൊക്കെ തടസ്സങ്ങൾ തീർത്താലും ത്രിലോക് ഇവിടെ നിന്ന് ജീവനോടെ മടങ്ങിപ്പോകുന്നുണ്ടോ എങ്കിൽ എനിക്കൊപ്പം എന്റെ പെണ്ണും ഉണ്ടാകും യോഗീശ്വര. മുന്നിലേക്ക് നോക്കി ഉച്ചത്തിൽ പറഞ്ഞുകൊണ്ട് ത്രിലോക് ആ വൃക്ഷത്തിന്റെ പുറത്ത് കൈ ഊന്നി ചാടി മറു സൈഡിലേക്ക് കടന്നുകൊണ്ട് മുന്നോട്ട് നടന്നു. ആ നിമിഷം തന്നെ ധ്യാനത്തിലായിരുന്ന യോഗീശ്വരന്റെ കണ്ണുകൾ തുറക്കപ്പെട്ടു. ചായം പൂശിയ അയാളുടെ കടും ചുവപ്പാർന്ന ചുണ്ടുകളിൽ അതിക്രൂരമായ ഒരു പുഞ്ചിരി സ്ഥാനം പിടിച്ചു. അവൾക്ക് രക്ഷകനായാനാണ് അല്ലേ നിന്റെ വരവ്? സ്വയം മരണത്തിലേക്ക് എടുത്തു ചാടിയ മൂഢന്മാരെ, നിന്റെയൊക്കെ രക്തം ഇന്ന് എന്റെ കാളിയമ്മനുള്ളതാ. അത്രയും പറഞ്ഞ് അയാൾ പൊട്ടിച്ചിരിക്കുമ്പോൾ ആ ഗുഹ പോലും വിറച്ചു.